نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون. اتقوا الله عباد الله. സ്നേഹാദരരായ സത്യവിശ്വാസിനികളെ സ്രഷ്ടാവും സംരക്ഷകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ആദ്യമായി എന്നോടും അതുപോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാനിൻ്റെ പുണ്യകരമായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അടുക്കൽ അമൂല്യമായ സമ്മാനങ്ങളുമായി വിശുദ്ധ റമളാൻ വന്ന് വിട പറയുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയുള്ള ദിനങ്ങളിൽ കൂടുതൽ അമലുകൾ ചെയ്യാനുള്ള ആഫിയത്തും തൗഫീഖും ആരോഗ്യവും നമുക്കും നമ്മുടെ കുടുംബത്തിനും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ നാളുകൾ വളരെ പുണ്യകരമായ ദിനങ്ങളായിരുന്നു. ഇനിയും അത് തീർന്നിട്ടില്ല. ആളുകൾക്കൊരു ധാരണയുണ്ട്, 27-ാം രാവ് കഴിഞ്ഞാൽ പിന്നെ നോമ്പ് കഴിഞ്ഞു എന്ന ഒരു തെറ്റിദ്ധാരണ. അങ്ങനെയല്ല. ഈ റമളാൻ മുഴുവനും പുണ്യങ്ങൾ നിറഞ്ഞതാണ്. ഒരിക്കലും തന്നെ ഇനി പെരുന്നാൾ ആഘോഷിക്കാൻ തയ്യാറെടുപ്പെടുക്കട്ടെ എന്ന് വിചാരിച്ച് ഇബാദത്തുകൾ ഇന്ന് മാറിപ്പോകുന്ന സാഹചര്യം നമുക്കുണ്ടാകാൻ പാടില്ല. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയാൻ, സൂറത്ത് ആൽ ഇംറാനിലൂടെ പറയുകയാണ്,
നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറണം. ഓഫർ തീരുക. സൂപ്പർ മാർക്കറ്റിലെ ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞ ആൾക്കാർ ഓടും. നമ്മുടെ പുണ്യങ്ങളുടെ പൂക്കാലമാകുന്ന ഓഫർ അവസാനിക്കാൻ പോവുകയാണ്. അല്ലാഹു തആല പറയുന്നു, നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറണം. എങ്ങോട്ട്? ഇലാ മഅ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ പാപമോചനത്തിലേക്ക്, അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്ക് നമ്മോട് ധൃതിപ്പെട്ട് മുന്നേറാൻ നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, നമുക്ക് ജീവിതത്തിലേക്ക് വേണ്ട വായു വെള്ളവും മറ്റ് സൗകര്യങ്ങളും ഒരുക്കി തരുന്ന അല്ലാഹു തആല പറയാം, അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്ക് ധൃതിപ്പെട്ട് മുന്നേറണം. ഈ റമളാൻ വന്നിട്ട് ഒരു മനുഷ്യന്റെ പാപം പുറത്തിട്ടില്ല എങ്കിൽ എന്ത് നഷ്ടമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഹദീസാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബിയുടെ മിമ്പറിന്റെ 3 പടികളാണ്. ഒന്നാമത്തെ പടിയിൽ കയറിയപ്പോൾ ആമീൻ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ പടിയിൽ കയറിയപ്പോഴും ആമീൻ എന്ന് പറഞ്ഞു. മൂന്നാമത്തെ പടിയിൽ കയറിയപ്പോഴും ആമീൻ പറഞ്ഞു. സഹാബത്ത് ചോദിച്ചു, നബിയെ, താങ്കൾ എന്തിനാണ് ആമീൻ പറഞ്ഞത്? ഉടനെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒന്നാമത്തെ മിമ്പറിൽ കയറിയപ്പോൾ, ഒന്നാമത്തെ മിമ്പറിന്റെ പടിയിൽ കയറിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥന? പരിശുദ്ധർ എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവന് റഹ്മത്തിൽ നിന്ന് വിദൂരതയുണ്ടാകട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു. രണ്ടാമത്തത്, പരിശുദ്ധ റമളാനിൽ ഒരു മനുഷ്യൻ ജീവിച്ചിട്ട് അവന്റെ പാപം പൊറുക്കാതെയാണ് അവൻ മരണപ്പെട്ടു പോകുന്നതെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് വിദൂരതയുണ്ടാവട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത്ര ദിവസമായിട്ട് നമ്മൾ തൗബ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ എത്ര തറാവീഹ് നമസ്കാരത്തിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്, എത്ര ഖുർആൻ പാരായണം ചെയ്തു എന്ന് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. കാരണം അടുത്ത റമളാനിൽ നമ്മൾ ജീവിച്ചിരിക്കുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. റമളാൻ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. വരുന്ന റമളാനിൽ നമ്മൾ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. മടിയന്മാരായ ഭൗതിക താല്പര്യമുള്ള ആളുകൾ ചിന്തിക്കുമെന്ന് അറിയോ, ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി, പെരുന്നാൾ ആഘോഷിക്കാം, എന്നിട്ട് വയറ് നിറഞ്ഞ ഭക്ഷണം കഴിക്കാലോ. അങ്ങനെ ചിന്തിക്കുന്നവന്മാർ ഹതഭാഗ്യന്മാരാണ്. ഈ പരിശുദ്ധ റമളാൻ അതിലെ നന്മകൾ കരസ്ഥമാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള ശ്രമങ്ങളാണ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ടത്. ഇനിയുള്ള ദിനങ്ങളിൽ നമ്മൾ പാപമോചനം ചെയ്യേണ്ടതുണ്ട്. സ്വർഗത്തിന്റെ അനുഭൂതിയെക്കുറിച്ച് നാം ആലോചിക്കണം. നരകത്തിന്റെ ഭയാനതയെക്കുറിച്ച്. ഖബറിൽ നമ്മൾ ഒറ്റക്കാണ്. ആ ഖബർ ജീവിതം നന്നാവാൻ, പാരത്രിക ജീവിതത്തിൽ നമുക്ക് ആശ്വാസം ലഭിക്കാൻ, മരണപ്പെട്ടു പോയ നമ്മളുടെ മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കാൻ, ബന്ധുമിത്രാദികൾക്ക് പ്രാർത്ഥിക്കാൻ, ഈ ദുനിയാവിലും നാളെ പരലോകത്തും നമുക്ക് നന്മകൾ ഉണ്ടാവാൻ എന്തെല്ലാം കാര്യങ്ങൾ അല്ലാഹുവോട് നമുക്ക് പ്രാർത്ഥിക്കാനുണ്ട്. ആ പ്രാർത്ഥനയ്ക്കുള്ള സമയമാകണം ഇനിയുള്ള ദിനങ്ങളിൽ നാം ചെയ്യേണ്ടത്. നമ്മുടെ ഓഫർ തീരാൻ അതല്ല പറഞ്ഞത്, വസാരിഉ ഇലാ മഅ്ഫിറത്തിൻ മിർ റബ്ബിക്കും. ഞാൻ പറഞ്ഞ ഹദീസിന്റെ മൂന്നാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയാൻ കാരണം, പ്രായമായ മാതാപിതാക്കൾ ഒരാളുടെ അടുത്തുണ്ടായിട്ട് അവരെ പോറ്റാതെ, അവരേക്ക് നന്മ ചെയ്യാതെ ഒരു മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ അവന് റഹ്മത്തിൽ നിന്ന് വിദൂരതയുണ്ടാകട്ടെ എന്ന് നബിയുന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു. ആരാ പ്രാർത്ഥിച്ചത്? ജിബ്രീൽ അലൈഹിസ്സലാം. നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പൊ പാപമോചനത്തിലേക്ക് ധൃതിപ്പെട്ട് മുന്നേറണം. പാപമോചനത്തിന്റെ മാസമാണിത്. ഇസ്തിഗ്ഫാർ നമുക്ക് എപ്പോഴും ചെല്ലാം. ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയംദിദുകും ബിഅംവാലിൻ വബനീന വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറാ. നൂഹ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനതയ്ക്ക് പ്രബോധനം ചെയ്യുന്ന സന്ദർഭത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ അല്ലാഹുവിനോട് അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലുവിൻ. ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ എന്താ നേട്ടം? ആകാശത്തിൽ നിന്ന് മഴ സമൃദ്ധമായി നിങ്ങൾക്ക് പെയ്യിപ്പിച്ചു തരും.
നമുക്കൊക്കെ കയ്യിൽ പണം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. പണം കിട്ടും, സന്താനത്തെ കിട്ടും, തോട്ടങ്ങൾ കിട്ടും. ഇതാരാണ് പറയുന്നത്? അല്ലാഹു തആല പറയുകയാണ് സൂറത്തുൽ നൂഹ് എന്ന് പറയുന്ന അധ്യായത്തിൽ. അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയാലുള്ള നേട്ടമാണത്. തൗബ, തൗബയുടെ മാസമാണത്. തൗബ ചെയ്യണം ഈ മാസത്തിൽ എന്നാണ്. കുല്ലു ബനി ആദം ഖത്താഉ വഖൈറുൽ ഖത്താഇന തവ്വാബൂൻ. എല്ലാ മനുഷ്യന്മാർക്കും തെറ്റ് പറ്റും, തെറ്റ് പറ്റാത്ത ആരുണ്ടാവില്ല. പക്ഷേ ആ തെറ്റ് പറ്റുന്നതിൽ ഏറ്റവും ഉത്തമന്മാർ ഖേദിച്ച് മടങ്ങുന്ന ആളുകളാണ്. നമ്മുടെ അബദ്ധങ്ങൾ പിണയും, നമ്മൾ മനുഷ്യരാണ്. പക്ഷെ ആ തിന്മകൾക്കൊക്കെ ഏറ്റക്കുറച്ചിലുണ്ട്. ഒരു മനുഷ്യൻ ശിർക്കിലേക്ക് പോയാൽ അവൻ കാലാകാലം നരകത്തിലാണ്. ഒരാൾക്ക് തൗഹീദുണ്ട്, പക്ഷെ അവൻ്റെ അടുക്കൽ ചില പാകപ്പിഴവുകളൊക്കെ സംഭവിച്ചാൽ ചിലപ്പോൾ അള്ളാഹു അവനക്ക് പുറത്തു കൊടുക്കും, അവൻ്റെ നന്മ കാരണം. അതുമല്ലെങ്കിൽ അവനെ കരിക്കട്ടയാക്കിയതിനു ശേഷം പിന്നീട് അവനെ സ്വർഗത്തിലാക്കും. എന്നാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന മനുഷ്യരുണ്ടല്ലോ, അവർ നരകത്തിൽ ശാശ്വതരായിരിക്കുമെന്നാണ്. ഈ ദുനിയാവിലെ ജീവിതം ഇവിടെ നിന്ന് നമ്മൾ മരണപ്പെട്ടു പോകുന്നത് കൂടെ അവസാനിക്കുന്നു. എന്നാൽ പരലോകത്തെ ജീവിതത്തിന് അറ്റമില്ല. അതുകൊണ്ട് ശിർക്കിനെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ശിർക്ക് ചെയ്താൽ നമ്മുടെ എല്ലാ അമലുകളും പാഴായിപ്പോവും. ഞങ്ങൾ ചിന്തിച്ചു, 1ാമത്തെ നോമ്പ് മുതൽ 16ാമത്തെ നോമ്പ് വരെ നോമ്പ് പറ്റ ആൾക്കാരുണ്ട്. 17ാമത്തെ നോമ്പിൽ നിന്ന് ബദരീങ്ങളെ, നബിതങ്ങളെ, നബിനൊക്കെ സഹായം തേടിയാൽ അത്രയും കാലം വിളിച്ച ആ ചെയ്തതൊക്കെ അമല് പൊളിഞ്ഞു പോകും. അല്ലാഹു തആല പറഞ്ഞ കാര്യമാണ്. നീ എങ്ങാനും ശിർക്ക് ചെയ്താൽ നിന്റെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകുമെന്നാണ്. ഒരാളൊരു പായസം ഉണ്ടാക്കി. പായസം ഉണ്ടാക്കുന്ന സമയത്ത് ആ വെപ്പുകാരൻ്റെ അടുക്കുന്ന മണ്ണെണ്ണ വിളക്കുന്ന ഒരു തുള്ളി മണ്ണെണ്ണ പായസത്തിലേക്ക് എത്തിയാൽ ആ പായസം മുഴുവൻ മലിനമാകും. ഇതുപോലെ തന്നെ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ശിർക്ക് സംഭവിച്ചാൽ അവൻ എത്ര നല്ല പ്രവർത്തനങ്ങൾ ചെയ്താലും അല്ലാഹു തആല അത് സ്വീകരിക്കുകയില്ല എന്നാണ്. അപ്പം അതുകൊണ്ട് തൗബ ചെയ്യണം. തൗബയുടെ ഷർത്ത് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. ഉത്തുലുബ് മതാബൻ ബിൻ നദാമതി മുഖ്ലിഅ വബിഅസ്മി തർക്കി الذنب فيما استقبل وبراءة من كل حق اللازم. തൗബയുടെ ഷർത്ത് നമ്മൾ പലപ്പോഴും പ്രഭാഷണങ്ങളിലും ക്ലാസ്സിലും കേട്ടതാണ്. എന്നിരുന്നാലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. റിയാദുസ് സ്വാലിഹീനിൽ ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിയാദുസ് സ്വാലിഹീനിൽ ബാബ് തൗബ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. അതിൻ്റെ തുടക്കത്തിൽ പറയുകയാണ്, തൗബ, എല്ലാ പാപങ്ങൾക്കും തൗബയുണ്ട്. തൗബക്ക് 3 ഷർത്താണുള്ളത്. 1ാമത്തെ ഷർത്ത് ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നതാണ്. ഒരാൾ മദ്യപിക്കുന്നുണ്ടെങ്കിൽ ആ മദ്യപാനം നിർത്തണം. ഒരാൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർ നിർത്തണം. ഒരാൾ അന്യരുടെ മുതൽ എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ പ്രവണത അവൻ നിർത്തണം. 2ാമത്തെ കാര്യം, ആ ചെയ്തതിനെ കുറിച്ച് മനസ്സിൽ ഖേദം ഉണ്ടാവണം. റബ്ബേ, എൻ്റെ അടുത്ത് പറ്റിപ്പോയല്ലോ, മനസ്സിലൊരു ഖേദം വരണം. 3ാമത്തെ കാര്യം, ഞാൻ ഒരിക്കലും ഇത് ചെയ്യൂലാന്ന് തീരുമാനിക്കണം. അതാണ് തൗബയുടെ ഷർത്ത്. എന്നാൽ മനുഷ്യന്മാർ തമ്മിലുള്ള വിഷയത്തിൽ ഷർത്ത് 4ആണ്. 1ാമത്തെ കാര്യം, ചെയ്യുന്ന കാര്യം സ്റ്റോപ്പ് ചെയ്യണം. 2ാമത്തത്, ചെയ്തതിനെ കുറിച്ച് മനസ്സിൽ ഖേദമുണ്ടാവണം. 3ാമത്തത്, ഞാൻ ഇനി ഒരിക്കലും അത് ചെയ്യുകയില്ല എന്ന് തീരുമാനിക്കണം. 4ാമത്തെ കാര്യം, ആരുടെങ്കിലും ധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ആരുടെങ്കിലും കയ്യിൽ നിന്ന് പണം കടമായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പണം തിരിച്ചു കൊടുക്കണം. ആരെങ്കിലും പറ്റിച്ച സാധനം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും മുതൽ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. ആരുടെങ്കിലും മനസ്സ് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ കൊണ്ട് പൊരുത്തപ്പെടിപ്പിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ തൗബ സ്വീകരിക്കുകയുള്ളൂ എന്ന് ഉലമാക്കൾക്ക് ഇജ്മാ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ തൗബ ചെയ്യണം. അല്ലാഹു തആല പറയണം, തൗബയിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറണം, നീ കാത്തിക്കരുത് എന്നാണ്. എത്ര ഖബർ കിടക്കുന്ന ആൾക്കാരുണ്ട്. അടുത്ത റമളാനായിട്ട് നന്നാവാൻ തീരുമാനിച്ച ആൾക്കാരുണ്ടാരോ, ഈ റമളാനിലൊന്നും ചെയ്യാൻ പറ്റിയില്ല, അടുത്ത റമളാനിൽ നല്ല ഉഷാറാക്കണം എന്ന് നമ്മുടെ തീരുമാനം പോലെ കാര്യങ്ങളൊന്നും നടക്കൂല. അതുകൊണ്ട് നാം ഈ ഓഫർ, നമുക്ക് കിട്ടിയ ഇനിയുള്ള ദിനങ്ങൾ ഒരിക്കലും പാഴാക്കി കളയാൻ പാടില്ല. തൗബ ചെയ്യാത്ത ആളുകൾ തൗബ ചെയ്യണം. ഇനി ഒരിക്കലും ഖുർആൻ പാരായണം ഓതിയിട്ടില്ലാത്ത ആളുകളുണ്ട് എങ്കിൽ, ജോലി തിരക്ക് കൊണ്ടോ മടി കൊണ്ടോ ആരെങ്കിലും ഖുർആൻ പാരായണത്തിന് ഏർപ്പെട്ടിട്ടില്ല എങ്കിൽ
അവർക്കും ഇനി ഇതാ അവസരമുണ്ട്. 2-3 ദിനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. മാക്സിമം പരമാവധി ഇബാദത്തുകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അപ്പൊ സ്വർഗത്തിന് അല്ലാഹു തആല പറയണേ, അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്ക് വേണ്ടി നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറണം. തീർന്നില്ല. വജന്നത്തിൻ, സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറണം. സ്വർഗത്തിന്റെ പ്രത്യേകത എന്താണ്? അർളുഹസ് സമാവാതു വൽ അർള്, ആകാശഭൂമികളോളം വിശാലമായതാണ്. സ്വർഗത്തിലെ കല്ലുകൾ, അതിൽ ഇഷ്ടിക എന്താണെന്നറിയോ? വെള്ളി കൊണ്ടും സ്വർണം കൊണ്ടുമുള്ളതാണ്. അതിന്റെ സിമന്റ് കസ്തൂരിയാണ്. അതിന്റെ ആ ഇഷ്ടികകൾ തമ്മിൽ ഒട്ടിച്ച പശയുണ്ടല്ലോ, സിമന്റ് ഉണ്ടല്ലോ, അത് കസ്തൂരിയാണ്. അതിലെ മണ്ണ് കുങ്കുമമാണ്. അതിലെ ചിരൽക്കല്ലുകൾ മുത്തും പവിഴമാണെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചെന്നു. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ഭാവനയിൽ പോലും വന്നിട്ടില്ലാത്ത കാര്യങ്ങളാണ് നാളെ സ്വർഗത്തിൽ അല്ലാഹു തആല നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്. അവിടെ ലഹും ഫീഹാ ഫാകിഹത്തുൻ, അവിടെ എല്ലാം ഉണ്ട് എന്നാണ്. പഴങ്ങളുണ്ട്, ഭാര്യമാര് അഥവാ ഇണകള് അലങ്കൃത കട്ടിലുകളിൽ ചാടിയിരിക്കുമെന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്. നമ്മുടെ ലക്ഷ്യം അതാണ്. മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് നമ്മുടെ യഥാർത്ഥ ജീവിതം. ഈ ദുനിയാവിൽ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. എന്നാൽ അല്ലാഹു തആല വിളിക്കുന്ന ദാറുസ്സലാം, സമാധാനത്തിന്റെ ഭവനമാകുന്ന സ്വർഗം, ആ സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. ആ സ്വർഗം കിട്ടാനാണ് നമ്മൾ ഇവിടെ പള്ളിയിൽ വന്നിരിക്കുന്നത്. ആ സ്വർഗം കിട്ടാനാണ് നമ്മൾ പരിശുദ്ധ റമദാനിൽ വ്രതമനുഷ്ഠിക്കുന്നത്, ഖുർആൻ പാരായണം ചെയ്യുന്നത്, നാം അധ്വാനിച്ചുണ്ടാക്കിയ ധനം മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുന്നത്. എല്ലാത്തിന്റെയും അടിസ്ഥാന ലക്ഷ്യം നമ്മുടെ സ്വർഗമാണ്. അതുകൊണ്ട് സ്വർഗമാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി ആൾക്കാർ വരും. എന്താ പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ടാവുക? 30 ദിവസം അല്ലെങ്കിൽ 29 ദിവസം ചെയ്ത അമലുകളൊക്കെ പാഴാക്കി കളയുന്ന രൂപത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് പെരുന്നാൾ ആഘോഷം തുടങ്ങുന്നത്. അവിടെ പിന്നെ തോന്നിവാസങ്ങൾക്ക് പ്രസക്തിയില്ല, മദ്യപാനത്തിന് പ്രസക്തിയില്ല, മദ്യസൽക്കാരത്തിന് പ്രസക്തിയില്ല, ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനോ അല്ലെങ്കിൽ അനാവശ്യ പ്രവർത്തനത്തിനോ ഒന്നും തന്നെ പ്രസക്തിയില്ല. നമ്മുടെ മതത്തിന്റെ ഭാഗമാണ് ഇത്. അതുകൊണ്ട് പെരുന്നാൾ ആഘോഷിക്കുമ്പോഴും നാം സംരക്ഷിച്ച, നാം നേടിയെടുത്ത ഈ പരിശുദ്ധ റമദാനിൽ നാം നേടിയെടുത്ത തഖ്വയെ കൈവിട്ടു പോകാൻ പാടില്ല. നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. തീർന്നില്ല. അല്ലാഹു തആല പറഞ്ഞു, ആർക്കാണ് സ്വർഗം? മുത്തഖീങ്ങൾക്കാണ്. തഖ്വൽ ഇലാഹി മദാറു കുല്ലി സആദത്തിൻ വതിബഅഹു വഹുവ റഅസു ശരിഹബായില. ഈ ദുനിയാവിലും നാളെ പരലോകത്തും നമുക്ക് വിജയമുണ്ടാകണമെങ്കിൽ തഖ്വ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? കോലം കെട്ടലാണോ? കാട്ടിക്കൂട്ടലുകളാണോ? തൊപ്പിയിടലും അതിന്റെ മേലും മുണ്ടിടലും വലിയ കുപ്പായമിടലാണോ? അല്ല. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അത് എവിടെയാ ഉള്ളത്? അത് ഹൃദയത്തിലാണ് എന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തഖ്വ ഹാഹുനാ, അത്തഖ്വ ഹാഹുനാ, അത്തഖ്വ ഹാഹുനാ. ഹൃദയത്തിലാണ് തഖ്വ. തീർന്നില്ല. നമ്മൾ അമൽ ചെയ്യുമ്പോൾ ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമികും വലാ ഇലാ സുവരികും വലാകിൻ യൻദുറു ഇലാ ഖുലൂബികും വഅമാലികും. നമ്മൾ ഒരു പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് അല്ലാഹു തആല നോക്കുക നമ്മുടെ ശരീരത്തിലേക്കോ നമ്മുടെ രൂപത്തിലേക്കോ അല്ല, നമ്മുടെ ഹൃദയത്തിലേക്കാണ്. നമ്മുടെ നിയ്യത്ത് എന്താണ് എന്ന് നോക്കും. അതുപോലെ തന്നെ നാം ചെയ്യുന്ന പ്രവർത്തനം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിലുള്ളതാണോ എന്ന് നോക്കുമെന്നാണ്. അതുകൊണ്ട് ഹൃദയം നന്നാക്കണം. മലയാളത്തിൽ രാത്രിവാക്യം തന്നെ ഉണ്ട്. എന്തായാലും മത്സ്യത്തിന്റെ തലയാണ് ആദ്യം ചീഞ്ഞു പോവുക, മനുഷ്യന്മാരെ ഹൃദയമാണ് ആദ്യം ചീഞ്ഞു പോവുക. ഒരു മനുഷ്യനെ നന്നാക്കുന്നതിനും കേടുവരുത്തുന്നതിനും അവന്റെ ഹൃദയത്തിന് വലിയ പങ്കുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ നിങ്ങൾ അറിയണം, വഇന്ന ഫിൽ ജസദി മുദ്ഗ, നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. ഇദാ സ്വലഹത്ത്, നന്നായി തീർന്നാൽ സ്വലഹൽ ജസദു കുല്ലുഹു, നിങ്ങളുടെ ശരീരം മുഴുവൻ നന്നായി. വഇദാ ഫസദത്, മോശമായാൽ സമാക്കിയത്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും
ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുണ്ടാവാനാണ്. പാവപ്പെട്ടവന്റെ പട്ടിണി മനസ്സിലാക്കലും തന്റെ ശരീരത്തിലെ ആരോഗ്യം നന്നാക്കലൊക്കെ നമുക്ക് ഏറെ കിട്ടുന്ന നേട്ടങ്ങളാണ്. പക്ഷേ പരിശുദ്ധ റമദാനിൽ നാം കൈവരിക്കേണ്ടത് തഖ്വയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അള്ളാന്റെ അടുക്കൽ നമുക്ക് പരിഗണന കിട്ടാൻ പണക്കാരനല്ല പരിഗണന, ഭംഗിയുള്ളവനല്ല പരിഗണന, അധികാരമുള്ളവനല്ല പരിഗണന. ആർക്കാണ് പരിഗണന? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളുടെ അടുക്കൽ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരണീയൻ നിങ്ങളിൽ തഖ്വയുള്ള ആളാണ്. നമ്മൾ ഈ പള്ളിയിൽ വന്ന് തറാവീഹ് നമസ്കരിച്ചു, നമ്മൾ ഫർദ് നമസ്കാരങ്ങളിൽ പങ്കെടുത്തു, ഖുർആൻ പാരായണം നിർവഹിച്ചു, സ്വതക്കകൾ കൊടുത്തു, സകാത്ത് കൊടുത്തു, മറ്റു പുണ്യകർമ്മങ്ങൾ ചെയ്തു. ഇതൊക്കെ അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു തആല മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് സ്വീകരിക്കുക. നമുക്ക് നൽകിയ വസ്ത്രമുണ്ടല്ലോ, നമ്മുടെ ഔറത്ത് മറക്കാൻ നമുക്ക് ഭംഗിക്ക് വേണ്ടി അല്ലാഹു തആല വസ്ത്രം തന്നില്ലേ? ആ വസ്ത്രം പോലും അല്ലാഹു തആല പറഞ്ഞത് എന്താണെന്നറിയോ? ലിബാസു തഖ്വ ദാലിക ഖൈറുൻ, ഏറ്റവും നല്ല വസ്ത്രം എന്നത് തഖ്വയുടെ വസ്ത്രമാണ് എന്നാണ്. നമ്മളൊക്കെ നല്ല മരണം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഈമാനോട് കൂടിയുള്ള നല്ലൊരു പര്യവസാനം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ആർക്കാണ് നല്ല മരണം? വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കാണ് ഏറ്റവും നല്ല മരണം. അപ്പോൾ നാം മുത്തഖിയാവണം. ലോകത്ത് വന്ന പ്രവാചകന്മാരൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഅവത്ത് ചെയ്യുന്നതോടൊപ്പം അവർ അവരുടെ സമൂഹത്തോട് പറഞ്ഞ വസിയത്ത് എന്താണെന്നറിയോ? അലാ തത്തഖൂൻ ഇദ് ഖാലഹും അഖൂഹും സാലിഹുൻ അലാ തത്തഖൂൻ ഇദ് ഖാലഹും അഖൂഹും ശുഐബുൻ അലാ തത്തഖൂൻ. ലോകത്ത് വന്ന പ്രവാചകന്മാർ അവരുടെ ജനസമൂഹത്തോട് പറഞ്ഞ കാര്യം നിങ്ങൾ തഖ്വയുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തഖ്വ നാം നേടിയേ പറ്റൂ. കാരണം പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ സ്വർഗ്ഗം പറഞ്ഞ സ്ഥലത്തൊക്കെ മുത്തഖീങ്ങൾക്കാണ്. വസീഖല്ലദീന തഖൗ ഇലൽ ജന്നതി സുമറാ വഉസിഫത്തുൽ ജന്നതു ലിൽ മുത്തഖീൻ വഉസിഫത്തുൽ ജന്നതു ലിൽ മുത്തഖീന ഗൈറ ബഈദ്. എവിടെ നോക്കിയാലും ഖുർആനിൽ കാണാം മുത്തഖീങ്ങൾക്കാണ് സ്വർഗ്ഗം എന്നാണ്. അതുകൊണ്ട് നാം മുത്തഖിയാവണം. മാത്രമല്ല നമ്മൾ മുത്തഖീങ്ങൾക്ക് മാതൃകയാവണമെന്നാണ്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ പ്രാർത്ഥന അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. എന്താ അല്ലാഹു തആല പറഞ്ഞത്? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ, ഞങ്ങൾ റബ്ബേ, ഹബ് ലനാ, നീ ഞങ്ങൾക്ക് നൽകണമേ, മിൻ അസ്വാജിനാ, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, വമിൻ ദുർരിയാതിനാ, ഞങ്ങളുടെ മക്കളിൽ നിന്ന്, ഖുറത അയ്യുൻ, കൺകുളിർമ നൽകണമേ, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, ഞങ്ങളെ കുടുംബത്തിനെ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണേ. ഞങ്ങളെ മുത്തഖിയാക്കണമെന്നല്ല, ഞങ്ങളെ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണമെന്ന് പ്രാർത്ഥിക്കണം എന്നാണ്. വർത്തമാന കാലഘട്ടത്തിൽ മദ്യവും മയക്കുമരുന്നും ഇന്ന് സ്കൂളുകളിലും ക്യാമ്പസുകളിലൊക്കെ വട്ടമിട്ട് പറക്കുകയാണ്. നമ്മുടെ കുട്ടി 5 നേരത്തെ നമസ്കാരം നിർവഹിക്കുന്നതാണെങ്കിൽ അത് നമ്മുടെ ഖുറത അയ്നാണ്. നമ്മുടെ ഭാര്യ നമ്മെ അനുസരിക്കുകയും ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ അനുസരിക്കുകയും നമസ്കരിക്കുകയും ഖുർആൻ പാരായണം ചെയ്യുന്നവളാണെങ്കിൽ അത് നമുക്കൊരു ഖുറത അയ്നാണ്, കൺകുളിർമയാണ്. എന്നാൽ നമ്മുടെ മക്കൾ മദ്യവും മയക്കുമരുന്നും കള്ളക്കാമുകന്മാരെയും രഹസ്യക്കാമുകന്മാരെയും അന്യ പുരുഷന്മാരുമായിട്ട് ചാറ്റ് ചെയ്യുകയും അനാവശ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൺകുളിർമല്ല. നിസ്കരിക്കാത്ത മക്കൾ നമുക്കുണ്ടെങ്കിൽ അത് കൺകുളിർമയല്ല. നിസ്കരിക്കാത്ത ഭാര്യ നമുക്കുണ്ടെങ്കിൽ അത് കൺകുളിർമയല്ല. ഖുർആൻ ഓതാത്ത ഭാര്യ നമുക്കുണ്ടെങ്കിൽ അത് കൺകുളിർമയല്ല. നമുക്ക് കൺകുളിർമയുള്ള സന്താനം, ഭർത്താവ് ഖുർആൻ പാരായണവും നമസ്കാരമുള്ളവരല്ല എങ്കിൽ അത് കൺകുളിർമയല്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ പ്രാർത്ഥന ഖുർആനിൽ പറഞ്ഞത്. ഈ മുത്തഖീങ്ങൾക്ക് ചില നേട്ടങ്ങളുണ്ട്, ചില ക്വാളിറ്റികളുണ്ട്. ഇത് ഈ ആയത്തിൽ പറയണം. ഒന്ന്, അല്ലദീന യുൻഫിഖൂന ഫീ സറാഇ വദ്ദറാഇ, സന്തോഷം ഉണ്ടാകുമ്പോഴും ദുഃഖം ഉണ്ടാകുമ്പോഴും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കും.
എല്ലാ സമയത്തും അള്ളാന്റെ മാർഗത്തിൽ പണം ചെലവഴിക്കും. രണ്ടാമത്തത് വൽക്കാളിങ്ങിനൽ ഗൈബ്, കോപം ഒതുക്കി വെക്കുന്ന. എല്ലാ ആൾക്കാർക്കും ദേഷ്യം ഉണ്ടാവും, എല്ലാ മനുഷ്യന്മാരും കരച്ചിലുണ്ടാവും, സന്തോഷം ഉണ്ടാവും. ഈ വികാരങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഒരാൾ മുത്തഖിയായി തീർന്നാൽ അവന്റെ കോപത്തെ ഒതുക്കി വെക്കണം എന്നാണ്. കോപം ഒതുക്കി വെക്കണം. ദുനിയാവിന്റെ കാര്യത്തിൽ കോപിക്കണ്ട, ദീനിന്റെ കാര്യത്തിൽ കോപിക്കണം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കോപിച്ചിട്ടുണ്ട്. സാധാരണ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ദേഷ്യപ്പെടുന്ന ആൾക്കാരുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. എന്നാൽ ദീനിന്റെ കാര്യത്തിൽ കോപിച്ചിട്ടുണ്ട്. നിസ്കരിക്കുന്നതിന് മുമ്പ് ചിത്രമുള്ളൊരു ഇത് കണ്ടപ്പോ വിരിപ്പെട്ടപ്പോ എടുത്തു മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. സക്കാത്തിന്റെ മുതലിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ കുട്ടികൾ തിന്നുമ്പോ തുപ്പിക്കളി തുപ്പിക്കളി എന്ന് പറഞ്ഞ അവരെ കൂടെ തുപ്പിച്ചിട്ടുണ്ട്. ഒരു ചങ്ങാതി പള്ളിയിൽ നിന്ന് കണ്ട് വന്ന് ഒതുണ്ടാക്കിയിട്ട് അവന്റെ കാലുമ്മല് വെള്ളം തട്ടാത്തൊരു ഭാഗമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും കൂടി പോയി ഒതുണ്ടാക്കി വാങ്ങാൻ ആട്ടിയിട്ടുണ്ട്. അവനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സാമിരി എന്ന് പറയുന്ന മനുഷ്യൻ പശുക്കുട്ടിനുണ്ടാക്കിയ സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി സ്വലാം ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ദീനിന്റെ കാര്യത്തിൽ നമ്മൾ ദേഷ്യപ്പെടണം. നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും ഇസ്ലാമികപരമല്ലാത്ത വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പുറത്തിറങ്ങുന്നതെങ്കിൽ ആ സമയത്ത് നാം ദേഷ്യപ്പെടേണ്ടതുണ്ട്. നമസ്കരിക്കാത്ത മക്കളോട് ദേഷ്യപ്പെടേണ്ടതുണ്ട്. എന്നാൽ ഒരേ നിസാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ആളുകളോട് വഴക്ക് പറയുകയും അശ്ലീലം പറയുകയും ചെയ്യുക എന്നത് അത് പാടില്ല. മുത്തഖി അത് ചെയ്യുകയില്ല എന്നാണ്. മൂന്നാമത്തെ കാര്യം ജനങ്ങൾക്ക് വിട്ടുവീഴ്ച നൽകും. നമ്മളോട് അവസാനത്തെ പത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ അല്ലാഹുവേ, യാ അല്ലാഹ് എന്ന് അറബി പറഞ്ഞതിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണെന്ത്? അല്ലാഹുമ്മ, അല്ലാഹുവേ. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ, നീ അങ്ങേയറ്റം വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. അഫുവ്വുൻ ഫഊല് എന്ന വസ്ന, നീ അങ്ങേയറ്റം വിട്ടുവീഴ്ച നൽകുന്നവനാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ, നീ വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നു. ഫഅഫു അന്നി, അതുകൊണ്ട് നീ എനിക്ക് വിട്ടുവീഴ്ച ചെയ്തു തരണേ. ഇതാണ് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇതിലെന്താ അള്ളാഹുവോട് പറഞ്ഞത്? അള്ളാഹുവേ, നീ വിട്ടുവീഴ്ച ചെയ്യുന്നതാണ്, നീ വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നു, എനിക്ക് വിട്ടുവീഴ്ച ചെയ്തു തരാൻ. എന്നിട്ട് നമ്മുടെ സഹജീവികളായ ആൾക്കാർക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാത്ത ആൾക്കാരുണ്ട്. ആൾക്കാർക്ക് എന്തെങ്കിലും പാകപ്പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വിട്ടുവീഴ്ച ചെയ്യാത്ത ആളുകളുണ്ട്. അതിന് അവർക്ക് പറ്റില്ല, അവൻ വാശിയാണ്. അള്ളാഹിനോട് പറയുന്നത്, അള്ളാഹുവേ, നീ വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നവനാണ്, നീ അങ്ങേറ്റം വിട്ടുവീഴ്ച ചെയ്യുന്ന, എനിക്ക് വിട്ടുവീഴ്ച ചെയ്ത്. അങ്ങനെ അത് എന്തൊരു വിരോധാഭാസമാണ്. നമ്മുടെ സഹജീവികൾക്ക് നാം വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കേണ്ടത് മുത്തഖിയുടെ ഒരു സ്വഭാവമാണ്, വിട്ടുവീഴ്ച ചെയ്യുക എന്നത്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു തആല സുഹൃതം ചെയ്യുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നു. വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ, അവരുടെ എന്തെങ്കിലും ഒരു ഫാഹിശത്ത് അവർക്ക് സംഭവിച്ചാൽ, ഔ വലമു അൻഫുസഹും, എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ, മുത്തഖിയായ മനുഷ്യൻ എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ, വദക്കറുല്ലാഹ്, അവൻ അല്ലാഹനെ ഓർക്കും, ഫസ്തഗ്ഫറു ലിദുനൂബിഹിം, ഉടനെ തന്നെ അവൻ ഇസ്തിഗ്ഫാർ ചൊല്ലും. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹ് വേറെ ആരാണ് പാപം പൊറുക്കാൻ? വലം യുസിറു അലാ മാ ഫഅലു, ചെയ്ത തെറ്റിൽ ഉറച്ചു നിൽക്കുകയില്ല. ചില ആൾക്കാർ ഒരു തെറ്റ് ചെയ്താൽ ഉറച്ചിരിക്കും. മുത്തഖിയായ മനുഷ്യർ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അവൻ തിരുത്താൻ സന്നദ്ധനായി തീരും. അവൻ ഒരിക്കലും വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ടൊരു തെറ്റിൽ അവൻ ഉറച്ചു നിൽക്കുകയില്ല. ഇങ്ങനെയൊക്കെയുള്ള മുത്തഖീങ്ങൾക്കുള്ള സമ്മാനം എന്താണെന്നറിയോ? അല്ലാഹു തആല പറയാണ്, ഉലൈക ജസാഉഹും മഗ്ഫിറത്തും മിർ റബ്ബിഹിം, ഇങ്ങനെയുള്ള ആളുകൾക്കാണ് അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള മഗ്ഫിറത്ത് ഉള്ളത്. വജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അടിഭാഗത്തിലൂടെ താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗം അവർക്കാണുള്ളത്. ഖാലിദീന ഫിഹാ, അവർ ആ സ്വർഗ്ഗത്തിൽ നിത്യവാസികളായിരിക്കും. വനിഅമ അജ്റുൽ ആമിലീൻ, പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എത്ര നല്ല പ്രതിഫലമാണുള്ളത്. അതുകൊണ്ട് ഈ സ്വർഗ്ഗം കിട്ടാൻ ഈ റമദാൻ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, തഖ്വല്ലാഹ ഇബാദല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ നോമ്പും
നമ്മുടെ ഇബാദത്തുകളൊക്കെ മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നത് നമ്മൾ സൂക്ഷിക്കണം. ഇങ്ങനെ മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സഹാബത്തിനോട്, പാപ്പരായ ആളാരാന്ന് നിങ്ങൾക്കറിയോ? അത്തദറൂന മൽ മുഫ്ലിസ്. ഇപ്പോൾ സഹാബത്ത് പറഞ്ഞു പാപ്പരായ ആളെന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ കൂട്ടത്തിലെ പാപ്പര് എന്ന് പറഞ്ഞാൽ ദീനാറും ദിർഹമും ജീവിതവും ഇല്ലാത്ത ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ സമുദായത്തിലെ പാപ്പർ എന്ന് പറഞ്ഞാൽ ഒന്ന് നിസ്കരിച്ചിട്ടുണ്ടാവും, നോമ്പ് വെച്ചിട്ടുണ്ടാവും, സക്കാത്ത് കൊടുത്തിട്ടുണ്ടാവും, ഇതോടൊപ്പം തന്നെ അവൻ ഒരാളുടെ ധനം അന്യായമായി എടുത്തിട്ടുണ്ടാവും, ഒരാളെ രക്തം ചീറ്റിയിട്ടുണ്ടാവും, ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടാവും, ഒരാളെ അടിച്ചിട്ടുണ്ടാവും. ഇവൻ്റെ നന്മ എടുത്തിട്ട് ഇവന് കൊടുക്കും, ഇവൻ്റെ തിന്മെടുത്ത് അവന് കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം നിർഭാഗ്യവന്മാരിൽ നിന്ന് നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ചെയ്ത കാര്യമൊക്കെ വേറൊരു ആൾക്കാർക്ക് കൊടുക്കുക. നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ നാവിനെ നമ്മൾ നിയന്ത്രിക്കണം, അല്ലേ? ഇങ്ങനെയൊക്കെ നമ്മൾ നോമ്പ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പാകപ്പിഴവ് സംഭവിച്ചാൽ അത് പരിഹരിക്കാൻ വേണ്ടി അല്ലാഹു തആല നമുക്ക് നിർബന്ധമാക്കിയ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമാക്കിയ ഒരു സംഗതിയാണെന്ത്? ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്ർ. ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കി. എന്തിനാ അറിയോ? തുഹറത്തൻ ലിസ്വാഇമി, നോമ്പുകാരനെ ശുദ്ധീകരിക്കാനാണ്. മിനൽ ലഅവി, അവൻ്റെ അടുത്ത് തന്നെ ചെറിയ വീഴ്ചകൾ. നമ്മൾ നോമ്പ് വെച്ചിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ പാകപ്പിഴവ് നമ്മുടെ അടുത്ത് സംഭവിക്കും. വറഫസ്, അതുപോലെ പാപങ്ങൾ. നമുക്ക് നോമ്പുകാരന് പറ്റുന്ന പാപങ്ങളിൽ നിന്നും വീഴ്ചകളിൽ നിന്നും ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമാക്കിയതാണ് എന്ത്? സക്കാത്തുൽ ഫിത്ർ. തീർന്നില്ല. വതുഅമത്തുൽ മസാക്കീൻ, പാവങ്ങൾക്ക് ഭക്ഷണമാണ്. പെരുന്നാളിൻ്റെ അന്ന് ഒരാളും പട്ടിണി എടുക്കാൻ പാടില്ല. പെരുന്നാളിൻ്റെ അന്ന് നോമ്പ് വളരെ ഹറാമാണ്. എല്ലാവരും ഭക്ഷണം കഴിക്കണം എന്നാണ്. പ്രത്യേക സുന്നത്തായ കാര്യമാണ് പെരുന്നാളിന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. എല്ലാ ആളുകൾക്കും അല്ലേ? ഇപ്പം പെരുന്നാൾ തന്നെ എല്ലാവർക്കും സന്തോഷമാണ്. നോമ്പ് പറ്റ ആൾക്കാർക്ക് എന്താ? റമളാൻ മാസത്തിൽ നോമ്പ് എടുക്കാൻ പറ്റില്ല എന്നുള്ള സന്തോഷം. അതുപോലെ തന്നെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ എനിക്ക് ഇതിൻ്റെ പ്രതിഫലം കിട്ടുമല്ലോ എന്ന സന്തോഷം ഒക്കെ ഉണ്ടാവും. പാവങ്ങൾക്കും സന്തോഷം, കിറ്റ് കിട്ടിയിട്ടുള്ള സന്തോഷം, സക്കാത്ത് പൈസ കിട്ടിയ സന്തോഷം, സ്വതക്ക കിട്ടിയ സന്തോഷം, എല്ലാ ആൾക്കാർക്കും പെരുന്നാളിൻ്റെ സന്തോഷമാണ്. അള്ളാഹുവിനോട് ശുക്ർ കാണിക്കണമെന്നാണ്. നമ്മുടെ മതാനുഷ്ഠാനത്തിന്റെ ഭാഗമാണ് പെരുന്നാൾ. അതുകൊണ്ട് അതിൻ്റെ പരിധി ലംഘിച്ചുകൊണ്ടുള്ള ആഘോഷങ്ങൾ നമുക്ക് പാടില്ല. കുടുംബ വീടുകൾ സന്ദർശിക്കണം. അന്ന് പ്രത്യേകം സുന്നത്തായ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാൻ വിശദീകരിക്കാം. എന്തൊക്കെയാണ്? ഒന്നാമത് കുളിക്കുക എന്നുള്ളതാണ്. പെരുന്നാളിൻ്റെ അന്ന് കുളിക്കൽ സുന്നത്താണ്. അതുപോലെ തന്നെ നല്ല വസ്ത്രം ധരിക്കുക, പുരുഷന്മാരെ സുഗന്ധം പൂശുക. ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ ഈദ്ഗാഹിലേക്ക് പോകുന്ന സമയത്ത് എന്തെങ്കിലും കഴിച്ചു പോകലാണ് സുന്നത്ത്. ഒറ്റയായിട്ട് കഴിക്കാന്നൊക്കെ പറഞ്ഞ ഹദീസുകൾ കാണാം. തക്ബീർ ചൊല്ലുക. പെരുന്നാളിൻ്റെ മാസപ്പിറവി കണ്ടത് മുതൽ തക്ബീറുകൾ ചൊല്ലുക എന്നത് പ്രത്യേകം സുന്നത്തായ കാര്യമാണ്. ഈദ്ഗാഹിലേക്ക് നേരത്തെ പോവുക. ചില ആളുകൾ ഒരുങ്ങിയിട്ടും വളരെ നേരം വൈകിട്ടൊക്കെ പോകും. അങ്ങനെയല്ല, നേരത്തെ പെരുന്നാളിന് വേണ്ടിയിട്ട് നേരത്തെ ഈദ്ഗാഹിലേക്ക് പോവുക. നടന്നു പോകലാണ് സുന്നത്ത്. നടന്നു പോകുമ്പോൾ ഒരു വഴിയിലൂടെ പോവുക, തിരിച്ചു വരുമ്പോൾ വേറെ വഴിയിലൂടെ വരിക. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താണ്. അതുപോലെ ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കുക, ദാനധർമ്മങ്ങൾ ചെയ്യുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാളിൻ്റെ അന്ന് ദാനധർമ്മങ്ങൾ ചെയ്തിരുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഇസ്ലാമികപരമായ രൂപത്തിൽ നമ്മൾ പെരുന്നാൾ ആഘോഷിക്കണം. ഈദ്ഗാഹിൽ വരുന്ന സ്ത്രീകൾ മാന്യമായ വസ്ത്രം ധരിക്കണം. ഒരിക്കലും തന്നെ ആഭാസകരമായ വസ്ത്രം ധരിക്കാൻ പാടില്ല. പുരുഷന്മാരുടെ വസ്ത്രം ശ്രദ്ധിക്കണം. ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇറങ്ങാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച രൂപത്തിൽ പിന്നെ ഔറത്ത് ഒഴിവാകുന്ന ഡ്രസ്സ് ഇടാൻ പാടില്ല. നാളുകൾക്ക് ഔറത്ത് മറവാകുന്ന വിഷയമില്ല. ട്രെയിനിലൊക്കെ പോകുമ്പോൾ കാണാം ട്രൗസറിൻ്റെ മോഡൽ എന്താ ഷോർട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് തുടക്കെ കാണും, കാലിൻ്റെ തുട, ഔറത്തിൻ്റെ പുറത്തുള്ളത്. ഔറത്ത് മറക്കൽ പുരുഷൻ്റെ ഔറത്തുണ്ട്, സ്ത്രീകൾക്ക് ഔറത്തുണ്ട്. അപ്പം അതുകൊണ്ട് പള്ളിയിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് ഈദ്ഗാഹിലേക്കൊക്കെ വരുമ്പോൾ, പെരുന്നാളിൻ്റെ ഈദ്ഗാഹാണ് സുന്നത്ത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മഴ ആയപ്പോൾ മാത്രമാണ് പള്ളിയിൽ നടത്തിയിട്ടുള്ളൂ.
എല്ലാ ആളുകളും പങ്കെടുക്കണം എന്നാണ്. പള്ളിയിൽ കയറാൻ പറ്റാത്ത സ്ത്രീകൾക്ക് പോലും ആ ആഘോഷത്തിൽ പങ്കെടുക്കണമെന്നുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രത്യേക താല്പര്യം, നമ്മുടെ സുന്നത്ത്, നബിയുടെ സുന്നത്ത്, അത് അടിസ്ഥാനമാക്കിയിട്ട് എല്ലാ ആൾക്കാരും അന്ന് പങ്കെടുക്കണമെന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈദ്ഗാഹ് ഇവിടെ വെച്ച് നടക്കുന്നുണ്ട്. അതിൽ എല്ലാവരും പങ്കെടുക്കുകയും നന്നായി പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്നുകൂടി സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഇബാദത്തുകളും സ്വീകരിച്ച് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്തുമാറാകട്ടെ. വരുന്ന റമദാനിലും നമുക്ക് ജീവിക്കാനുള്ള ആഫിയത്തും തൗഫീഖും ആരോഗ്യവും അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധ റമദാനിനെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹുവെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അല്ലാഹുവെ അർശിൻ്റെ തണൽ ലഭിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. നല്ല ശക്തമായ ചൂടാണ്, നമുക്കറിയാം. നമ്മുടെ പള്ളിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് AC ഉണ്ടായതോടെ നമ്മളിവിടെ ഇരിക്കുന്നത്. ഇതിനേക്കാളുമൊക്കെ കഠോരമായ ചൂട് സൂര്യൻ ഒരു ചാണിന് മുകളിൽ നിൽക്കുന്നതാണ്. അതിൽ മീല് എന്നാണ് ഹദീസിൽ. മീല് എന്ന് പറഞ്ഞാൽ സുറുമടാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൊള്ളി ഉണ്ടല്ലോ, ആ കോല്, അത്ര വലുപ്പത്തിൽ സൂര്യൻ നിൽക്കുന്നതാണ്. മനുഷ്യന്മാരിങ്ങനെ വിയർത്ത് പ്രയാസപ്പെടുന്ന സന്ദർഭത്തിൽ 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ കൊടുക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതോടൊപ്പം നമ്മുടെ നോമ്പ്, നമ്മുടെ ഖുർആൻ പാരായണം ഒക്കെ നമുക്ക് സ്വർഗത്തിന് വേണ്ടി ചോദിക്കുന്നതാണ്. ഖിയാമത്ത് നാളിൽ നോമ്പും ഖുർആനും ഒരു മനുഷ്യൻ ശുപാർശയ്ക്ക് വരുന്നതാണ്. നോമ്പ് എന്നിട്ട് പറയും, ഞാനാണ് പകൽ സമയത്ത് ഇവന്റെ ആഹാരവും ആഗ്രഹങ്ങളും തടഞ്ഞു വെച്ചത് ഞാനാണ്. അതുകൊണ്ട് സ്വർഗം നൽകണമെന്ന വിഷയത്തിൽ എന്റെ ശുപാർശ സ്വീകരിക്കണേ അല്ലാഹ്. നമ്മളെ നോമ്പ് നമുക്ക് വേണ്ടി പറയുന്നതാണ്. ഖുർആൻ പറയും, ഞാനാണ് ഇതിന്റെ ഉറക്കത്തെ തടഞ്ഞു വെച്ചത്, അതുകൊണ്ട് സ്വർഗം കൊടുക്കണേ. രണ്ടാളെ ശുപാർശ അല്ലാഹ് സ്വീകരിക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ റമദാനിൽ ഇനിയുള്ള ശിഷ്ടകാലത്ത് നമുക്കൊക്കെ ഇബാദത്ത് എടുക്കാനുള്ള ആഫിയത്തും തൗഫീഖും ആരോഗ്യവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഒരുപാട് ആൾക്കാർ ഇന്ന് ഖബറിലാണ്. നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകൾ, നമ്മുടെ ബന്ധുമിത്രാദികളൊക്കെ. അല്ലാഹുവേ, അവരുടെ ഖബറുകളെ നീ വിശാലമാക്കണമേ. അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. അവരെയും ഞങ്ങളെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. ജീവിതത്തിലെയും മരണത്തിലെയും പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു ഞങ്ങൾ നീ കാത്തു രക്ഷിക്കണമേ. അല്ലാഹുവെ, വലതുകൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. പെട്ടെന്നുള്ള അപകട മരണങ്ങളിൽ നിന്ന്, മാറാവ്യാധികളായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹുവെ ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ. ഞങ്ങളുടെ നോമ്പ്, ഖുർആൻ പാരായണം, തറാവിഹ് നമസ്കാരം, സുന്നത്ത് നമസ്കാരങ്ങൾ, ദാനധർമ്മങ്ങൾ, മറ്റു പുണ്യകർമ്മങ്ങൾ ഒക്കെ നീ സ്വീകരിച്ച് കബൂലാക്കി അർഹമായ പ്രതിഫലം അല്ലാഹു നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. റയ്യാൻ എന്ന് പറയുന്ന കവാടത്തിലൂടെ പ്രവേശിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ അടിസ്ഥാനമായി ജീവിക്കാനും മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ടുള്ള മരണം ഞങ്ങൾക്കെല്ലാവർക്കും നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഇനിയുള്ള ദിനങ്ങളിൽ ഇബാദത്ത് എടുക്കാനുള്ള ആഫിയത്തും ആരോഗ്യവും തൗഫീഖും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ സമയത്തിൽ, സമ്പത്തിൽ, എല്ലാ കാര്യത്തിലും നീ ബറക്കത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. اللهم إنا نسألك علما نافعا وعملا صالحا متقبلا ورزقا طيبا واسعا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اعز الإسلام والمسلمين ودمر أعداء الدين.
اللهم أصلح أحوال المسلمين في كل مكان. اللهم أصلح أحوال المسلمين في كل مكان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.